കിഫ്ബിക്കെതിരായി ഇ.ഡി. കൊടുത്ത ഈ റിപ്പോർട്ട് ഈ പറയപ്പെടുന്ന അന്വേഷണത്തിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോടതിയിൽ പോകാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടോ? ഞാനിത് ഈ ഫ്ലോറിൽ വെല്ലുവിളിക്കുകയാണ് CPM-നെ. നിങ്ങൾ പോവില്ല. പോയാൽ ഇതെല്ലാം അഴിഞ്ഞ് തറയിൽ നിങ്ങളുടെ മുകളിലൂടെ തലയിൽ വീഴും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. VRMKയുടെ ഈ വെല്ലുവിളി തോമസ് ഐസക് അറിഞ്ഞതിനാലാവണം അദ്ദേഹം നേരെ കോടതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ED എനിക്കെതിരെ അവരയച്ച സമൻസ് പിൻവലിച്ചു. മലയാളത്തിൽ പറഞ്ഞ കുറ്റിയും പറിച്ച് ഓടിയെന്നാണ് അനർത്ഥം. ഒടുവിൽ കോടതിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നലെ തന്നെ പുറത്തു വന്ന വാർത്തകളാണ്. അല്പം ഫ്ലാഷ് ബാക്ക് ആണ്. 1.5 വർഷം പിറകിലേക്ക് പോകുന്നു. 2022 ജൂലൈ മാസം 17-ാം തീയതി രാത്രി 10:20 മാതൃഭൂമി ഓൺലൈനിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയാണ്. കിഫ്ബിയിലെ സാമ്പത്തിക ഇടപാട് ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ തോമസ് ഐസക്കിന് ED നോട്ടീസ്. മാതൃഭൂമി ന്യൂസിന് വേണ്ടിയിട്ട് ബിജു പങ്കജ് റിപ്പോർട്ട് ചെയ്യുകയാണ് രാത്രി 10:20. ഇങ്ങനൊരു നോട്ടീസ് തനിക്കെതിരെ ED അയക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാധ്യമങ്ങളുടെ അറിയേണ്ടി വന്ന തോമസ് ഐസക് പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യം അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാൻഡ് നാടകമായിരുന്നു എന്നുള്ളതിന് മറ്റു തെളിവുകളൊന്നും വേണ്ടയില്ല. ബിജു പങ്കജാണ് മാതൃഭൂമി ന്യൂസിനകത്തുള്ളത്. വർഷങ്ങൾക്ക് മുൻപേ നടന്നൊരു സംഭവമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായിരിക്കുന്ന പിണറായി വിജയൻ ഒരിക്കൽ ഡൽഹിയിലേക്ക് പോവുകയാണ്. PV യോഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ യോഗത്തിനിടയിൽ പോകുന്ന വഴിക്ക് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നു. അതിനിടയിൽ ആരോ ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ അങ്ങ് സെക്രട്ടറിയെ തന്നെ തുടരുമോ എന്നുള്ള ചോദ്യമാണ്. ആരാണ് ആ ചോദ്യം ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴത്തേക്കും ചോദ്യം ചോദിച്ച പുള്ളിയെ കാണുവാനുണ്ടായിരുന്നില്ല. അങ്ങനെ ട്രാക്ക് റെക്കോർഡുള്ള ബിജു പങ്കജൊക്കെ EDയുടെ അപ്പോസ്റ്റലിനായി വാർത്താ സോഴ്സായി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിച്ചു കൊണ്ടുവന്ന ഒരു വാർത്തയാണ്, ഒരു സംഗതിയാണ് കുമിള കണക്കെ ഇന്നലെ കോടതിയിൽ പൊട്ടിത്തകർന്നത്. മസാലയിലും അന്വേഷണമെന്ന് മാതൃഭൂമിയും ഇടിക്കൂട്ടിൽ കിഫ്ബിയുമെന്ന് മനോരമയും തലവാചകം കൊടുത്തിട്ടുണ്ടായിരുന്നു. തോമസ് ഐസക്കിനെതിരെ EDയുടെ സമൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ബ്രേക്ക് ചെയ്ത് തൊട്ട് പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഇന്ന് നിങ്ങൾ മാതൃഭൂമിയുടെയും മനോരമയുടെയും പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ? 1-ാം പേജിൽ എത്രയോ ദിവസം ഓടിച്ച ഇടിക്കൂട്ടിലെ കിഫ്ബിയും മസാല ബോണ്ടുമൊക്കെ ഇപ്പോൾ എവിടെ കിടക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനോരമയുടെ ഏതോ ഒരു ഉൾപേജിനകത്ത് വന്നിരിക്കുന്ന വാർത്ത എങ്ങനെയാണ്? മസാല ബോണ്ട് തോമസ് ഐസക്കിനും മറ്റും അയച്ച സമൻസ് പിൻവലിക്കുമെന്ന് ED എന്തോ തോമസ് ഐസക്കിനോട് ഔദാര്യം ചെയ്തതായിട്ടേ നമുക്ക് തോന്നുള്ളൂ. പിൻവലിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അല്ലാതെ കോടതിയിൽ നിന്ന് കിട്ടിയ ശകാരത്തിന് പുറത്ത് കുറ്റിയും പറിച്ച് ED ഓടിയതാണ് എന്ന് മനോരമയോ മാതൃഭൂമിയോ റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളാവും മണ്ടന്മാർ. ഒരു കാലത്ത് കുരുക്കുമുറുക്കലായിരുന്നല്ലോ നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാന ജോലി. അങ്ങനെ മുറുക്കി കൊണ്ടുവന്നപ്പോൾ വന്നിരിക്കുന്ന ചില വാർത്തകളുടെ തലവാചകങ്ങൾ ഇങ്ങനെയാണ്. തോമസ് ഐസക്കിന് ED കുരുക്ക് ഈ മാസം 11-ന് ഹാജരാകണമെന്ന് മനോരമ ഓൺലൈനകത്ത് വന്നിരിക്കുന്ന ഒരു വാർത്തയുടെ തലവാചകമായിരുന്നു. മറുനാടനിലേക്ക് എത്തുമ്പോൾ പിടിവിട്ടപ്പോൾ കുറ്റം സമ്മതിച്ചു തോമസ് ഐസക്. ഒടുവിൽ കുറ്റസമ്മതം, ഐസക്കിന്റെ കുരുക്ക് അഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുനാടൻ്റെ വാർത്തയും പോയി. അങ്ങനെ മാതൃഭൂമിയും മനോരമയും ജന്മഭൂമിയും എല്ലാം EDക്കൊപ്പം നിന്ന് തോമസ് ഐസക്കിനെയും CPM-നെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുവാനുള്ള പണിയായിരുന്നു എടുത്തത്. ഇന്നലെ കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു വിധി വന്നതിന് ശേഷം ആഴ്ചകളോളം ഈ വിഷയത്തിൽ അന്തിച്ചർച്ചകൾ നടത്തിയിരുന്ന നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് സ്വീകരിച്ച നിലപാടെന്ന് നോക്കിയാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. പറയിച്ച പരാതികളോ എന്ന് ന്യൂസ് അവറിൽ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് PG സുരേഷ് കുമാറിൻ്റെ ചർച്ചയായിരുന്നു. ശബരിമലയായിരുന്നു വിഷയം. ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ശബരിമലയിലെ വിഷയങ്ങൾ ഏകദേശം കെട്ടടങ്ങിയിട്ടുണ്ട്. തിരക്കൊക്കെ കുറഞ്ഞു, ദർശനമൊക്കെ സാധാരണ ഗതിയിലേക്ക് വന്നു. ആളുകൾ വളരെ സസന്തോഷത്തോടെ അയ്യനെ കണ്ടു മടങ്ങുന്ന രീതിയിലേക്ക് എത്തി. ഇന്നലത്തെ ഏറ്റവും പ്രധാന വാർത്ത എന്നുള്ളത് ഏറെക്കാലം ഇതേ മാധ്യമങ്ങൾക്ക് തന്നെ കൊട്ടിഘോഷിച്ച EDക്ക് കോടതിയിൽ നിന്ന് കിട്ടിയ ഇടിയായിരുന്നു. എന്നാൽ ഇതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമല്ല കേട്ടോ, മനോരമയിൽ നിഷ നയിച്ച ചർച്ചയാണ്. പാസ്വേഡോ വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ലോകസഭയിലെ ബഹളം ഒക്കെ ചേർത്തുകൊണ്ടാണ് നിഷയുടെ ചർച്ച പോകുന്നത്. ചർച്ച ചെയ്യേണ്ടതായിരുന്നോ? ആണ് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. പക്ഷെ എന്താണ്, ഏഷ്യാനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ മനോരമയും തോമസ് ഐസക്കിനെയും കേരള സർക്കാരിനെയും CPM-നെയും ED വിഷയത്തിൽ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ ഒന്ന്
ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അഭിലാഷിന്റെ സൂപ്പർ പ്രൈം ടൈം. പാർലമെന്റിൽ നടന്ന ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ ഒന്നും മിണ്ടാതെ സർക്കാർ. ചോദ്യം ചെയ്യുന്നവർക്ക് സസ്പെൻഷനോ നടപടി ജാളിത മറയ്ക്കുവാനോ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതും പോവുകയാണ്. ഇവിടെയും പാർലമെന്റിനകത്തുള്ള കുഴപ്പം തന്നെയാണ് സൂപ്പർ പ്രൈം ടൈമിന്റെയും ചർച്ചാ വിഷയം. 24ലേക്ക് എത്തുമ്പോൾ ഇത്തിരി വിഷയം മാറിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിൽ വാളയാറോ എന്ന് പറഞ്ഞുകൊണ്ട് കാതികൻ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ കഥാപ്രസംഗമായിരുന്നു. ഇവിടെയും ഇഡിയും തോമസ് ഐസക്കും ഒരു ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ്. ഒടുവിലിതാ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ രാത്രി എല്ലാ എഡിറ്റർമാരും കൂടി ചേർന്നിട്ട് അവർ വട്ടമേശ പരിപാടിയുണ്ടല്ലോ, ആ പരിപാടിക്കകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് എഡിറ്റർമാർക്ക് തോന്നിയത്. അതും അന്വേഷണം പുകയായോ രഞ്ജിത്ത് മാറണോ എന്നും വെച്ചുകൊണ്ട് ഇതേ ചാനലുകൾ ദിവസങ്ങളോളം അന്തിച്ചർച്ച നടത്തി കുറ്റവിചാരണ നടത്തി തോമസ് ഐസക്കിനെ തൂക്കിലേറ്റിയ സംഭവമായിരുന്നു ഇഡിയുടെ സമൻസ് എന്ന് പറയുന്നത്. ഇഡി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു, ഇതാ തോമസ് ഐസക്കിനെ കുരുക്കുമുറുക്കുന്നു തുടങ്ങിയിട്ട് വന്നിരിക്കുന്ന വാർത്തകളുടെ ഹെഡിങ്ങുകൾ ഓരോന്നും ഇപ്പോൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. ഇവരിങ്ങനെ എത്ര കുരുക്കുകൾ മുറുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വിധി വന്ന് ഇങ്ങനൊരു നീക്കം നടന്ന ദിവസം രാത്രി അന്തിച്ചർച്ചയായി നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഇതിനകത്ത് വിധി മറിച്ചായിരുന്നുവെങ്കിൽ, തോമസ് ഐസക്കിനും സർക്കാരിനും CPM-നും എതിരായിരുന്നുവെങ്കിൽ ചർച്ച ഏത് രൂപയാണ് ഇതേ നിലയിൽ എല്ലായിടങ്ങളിലും ഒരേ വിഷയം വെച്ചുകൊണ്ട് വീണ്ടും തോമസ് ഐസക്കിനും സർക്കാരിനും CPM-നും എതിരായുള്ള ചർച്ചകളായി മാറിയാനെ. എവിടെയാണ് മാധ്യമങ്ങളുടെ പക്ഷപാതത്വം തിരിച്ചറിയേണ്ടത്? പ്രധാനപ്പെട്ട ഒരു സംഗതി മുന്നിലുണ്ടായിരുന്നിട്ടും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ പ്രാധാന്യമുള്ള സംഭവമായിട്ടും അതിനെ അന്തിച്ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നില്ല. പകരം താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ചില സംഗതികളിലേക്ക് പോയി എന്നുള്ള സംഭവം കൂടിയുണ്ട്. കിഫ്ബി മസാല ബോണ്ട് എല്ലാ സമൻസും പിൻവലിച്ചു തിരിഞ്ഞോടി ഇഡി എന്ന ദേശാഭിമാനി ലീഡ് വാർത്തയായി കൊടുക്കുന്നു. ദേശാഭിമാനിക്ക് കൊടുക്കാതെ പറ്റില്ലല്ലോ, പാർട്ടിയുടെ മുഖപത്രമാണ്. തോമസ് ഐസക്ക് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇഡി രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ചട്ടുകമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് CPM-കാർ. അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെതിരെയുള്ള വേട്ട എന്നുള്ളത് അത് രാഷ്ട്രീയ വേട്ടയാണ്, CPM നേതാവിനെതിരെയുള്ള വേട്ടയാണ് എന്നുള്ള ബോധത്തിന് പുറത്താണ് ദേശാഭിമാനിയുടെ ആ തലവാചകം പോലും പിറക്കുന്നത്. 2022 ജൂലൈ 17 ബിജു പങ്കജ് വഴി തോമസ് ഐസക്ക് അറിയേണ്ടി വന്ന ഇഡി സമൻസിൻ്റെ കഥ 2023 ഡിസംബർ 14 ഉച്ചയോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 വർഷത്തോളം ഓടിയ ആ കഥ. അന്നൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ആ ചർച്ചകളുടെ തലവാചകങ്ങളുടെ സ്ക്രീൻഷോട്ട് ഒന്നും മതി ലോകാവസാനം വരെയും തോമസ് ഐസക്ക് ഇഡിയുടെ സമൻസിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു എന്നുള്ള വാർത്ത ചമയ്ക്കുവാനും വാട്സപ്പ് ഫോർവേഡുകൾ ഉണ്ടാക്കുവാനും. ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് തോമസ് ഐസക്കും ആശ്വാസം, ഇഡിക്ക് കോടതിയിൽ നിന്ന് ശകാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്താ തലവാചകങ്ങൾ എവിടെയും നമുക്ക് കാണാനും ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ല.